أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എന്നുള്ള ഔദും ബിസ്മിയും രണ്ടും ചൊല്ലുകയും അത് ചൊല്ലി പിന്നൊരു ദിക്ർ കൂടിയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ ഒരു ദിക്റും കൂടി നമ്മൾ ചൊല്ലി ആദ്യം രണ്ട് മുൻകൈകൾ ഇങ്ങനെ കഴുകുകയാണ്. രണ്ട് മുൻകൈകളും കഴുകുന്നത് 3 പ്രാവശ്യമാണ് നമ്മൾ കഴുകേണ്ടത്. അങ്ങനെ 3 പ്രാവശ്യം മുൻകൈ കഴുകിയതിന് ശേഷം ഈ പറഞ്ഞത് സുന്നത്തായ കാര്യമാണ്. ഔദ് ചൊല്ലണം, ബിസ്മി ചൊല്ലണം, ഈ പറഞ്ഞതായ ദിക്ർ ചൊല്ലുകയും അങ്ങനെ ചൊല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് കഴിഞ്ഞ് മിസ്വാക്ക് ചെയ്യാം. വിരലുകളെ കൊണ്ടല്ല, മിസ്വാക്ക് എടുത്ത് നമ്മൾ മിസ്വാക്ക് ചെയ്യണം. ആദ്യം വലതു ഭാഗത്തേക്ക് ഉള്ളും പുറവും, പിന്നീട് ഇടത് ഭാഗത്തേക്ക് ഉള്ളും പുറവുമായിട്ട് മിസ്വാക്ക് ചെയ്യാൻ സുന്നത്താണ്. അത് കഴിഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. വായിലേക്ക് വെള്ളം കുപ്പിളിച്ച് അതിനുശേഷം അതിനോടൊപ്പം തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റുകയും ഇടത് വിരലുകളെ കൊണ്ട് നമ്മൾ ചീന്തി പുറത്തേക്ക് തള്ളുകയും ചെയ്യണം. അപ്പൊ വല്ല കച്ചരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതുമൂലം എന്തുണ്ടാവും, ക്ലിയർ ആകും എന്നുള്ളതാണ്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളു എന്ന് പറഞ്ഞതിന് ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വെച്ചുകൊണ്ടാണ് 2 കൈകളിലും മുഴുവനായിട്ട് വെള്ളം എടുത്ത് നമ്മളുടെ നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ താഴെയിലേക്കാണ് നമ്മൾ എന്താക്കുന്നത്, വെള്ളം ഒലിക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് വെള്ളം ഒലിഞ്ഞു വരേണ്ടത്. ചിലപ്പോ നമ്മൾ അറിയാതെ പെട്ടെന്ന് എന്തുണ്ടാകും, താഴെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ തെറിപ്പിക്കുന്ന രീതി, അതൊരിക്കലും ശരിയല്ല. മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് വെള്ളം ഒലിഞ്ഞിട്ട് വരണം എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ എന്താക്കേണ്ടത്, വുളൂ ചെയ്യേണ്ടത്, മുഖം കഴുകേണ്ടത്. അപ്പൊ മുഖത്തിന്റെ പരിധിയാണ് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും, നെറ്റിയുടെ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയുടെ എല്ല് വരെയുള്ളതായ ഈ ഒരു വൃത്താകൃതിയിൽ വരുന്നതായ സ്ഥലമാണ് മുഖത്തിന്റെ പരിധി. ആ മുഖം മുഴുവനായിട്ട് നനഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. ഇത് ഫർളാണ്. വുളുവിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വുളു ചെയ്യേണ്ടത്. ഇനി നോക്കും, 2 കൈകളും 3 തവണ മുട്ടിന്റെ മുകളിലേക്ക് കയറ്റി കഴുകുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലത് കൈ ആദ്യം കഴുകണം. മുട്ടുവരെയാണ് നമ്മൾ കഴുകേണ്ടത്. ഇവിടെയുള്ളതായ ചൊടിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാവും, നല്ല വൃത്തിയായി ആവർത്തിച്ച് ഇങ്ങനെ തേച്ച് കഴുകേണ്ടതാണ്. അങ്ങനെ വലത് കൈ കഴിഞ്ഞതിന് ശേഷം ഇടത് കൈയും കഴുകേണ്ടതാണ്. അതിന് ശേഷമാണ് തല മുഴുവനായി തടവുക. തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ് ഇമാം ഷാഫി മദ്ഹബിന്റെ പ്രകാരമാണെങ്കിലും അത് മുഴുവനായി തടവുക എന്നുള്ളതാണ് അതിന്റെ പരിപൂർണമായ രീതി. അപ്പോ 2 വിരലുകൾ ഈ സൈഡിൽ വെച്ച് ആദ്യം കൈ നനയ്ക്കുക, എന്നിട്ട് 2 വിരലുകൾ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് തല തടവുന്നതായ രൂപം. അങ്ങനെ 3 പ്രാവശ്യം തല തടകിയതിന് ശേഷം ചെവി 2 തടവുക. അത് സുന്നത്താണ്. ചെവി 2 തടവൽ സുന്നത്താണ്. വിരലുകളെ നനഞ്ഞുകൊണ്ട് ഇതിന്റെ ഉൾഭാഗം മുഴുവനായിട്ട് നനയ്ക്കുകയും അവസാനം ഈ തള്ളവിരൽ കൊണ്ട് അതിന്റെ പുറം ഭാഗവും നമ്മൾ എന്താക്കണം, തടകി കൊടുക്കണം. അങ്ങനെ ചെവിയുടെ ഉള്ളും പുറവും 2 ഭാഗവും തടവുക എന്നുള്ളതാണ് അതിന്റെ സുന്നത്ത്. ഞെരിയാണി ഉൾപ്പെടെയുള്ളതായ കാല് 2 കഴുകുക എന്നുള്ളതാണ് ശേഷം നമ്മൾ ചെയ്യേണ്ടത്. ആ ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്ന സമയത്ത് മുട്ടുവരെ കഴുകല് സുന്നത്തുണ്ട്. ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് ഫർളാണ്. കാരണം കഴുകുന്ന സമയത്ത് നമ്മളുടെ വിരലിന്റെ ഇടയിൽ
പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വെള്ളന്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ധൂളും മണ്ണ് അതുപോലത്തതായ വല്ല ചെടികളും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കി കഴുകുന്നതിന് വേണ്ടി നമ്മൾ ആ വിരലിന്റെ ഇടയിൽ നമ്മളുടെ കൈയുടെ വിരലുകൾ ഇട്ടുകൊണ്ട് വൃത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമ്മളെ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഫർളായിട്ട് വരുന്ന കാര്യങ്ങളാണ് നിയ്യത്ത് എന്നുള്ളതും, മുഖം കഴുകുക എന്നുള്ളതും, കൈ രണ്ട് മുട്ടോട് കൂടി കഴുകുക എന്നുള്ളതും, തല തടവുക, കാല് രണ്ടും കഴുകുക. ഇത് ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫർളായ രീതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുന്നത്താണ്. സുന്നത്താണെന്നത് കൊണ്ട് നമ്മൾ ഒഴിവാക്കാനല്ല പറയുന്നത്. സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ രണ്ട് കൈകളും കണ്ണും മേൽപോട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه وسلم എന്നുള്ള പ്രാർത്ഥന ഒന്നോ ചെയ്തതിനു ശേഷം നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമുള്ളതായ കാര്യമാണ്. സ്വർഗം ലഭിക്കാൻ വരെ കാരണമാകും എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ല രീതിയിൽ പരിപൂർണമായ രീതിയിൽ ഒന്നോ ചെയ്യാനും കൂലികൾ കരസ്ഥമാക്കാനും റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.